ശമൂവേൽ രണ്ടാം പുസ്തകം അധ്യായം 12. കർത്താവ് നാഥാനെ ദാവീദിന്റെ അടുക്കൽ അയച്ചു. അവൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞു, ഒരു പട്ടണത്തിൽ 2 പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഒരുത്തൻ ധനവാൻ, മറ്റവൻ ദരിദ്രൻ. ധനവാന് ആടുമാടുകൾ അവനവധിയുണ്ടായിരുന്നു. ദരിദ്രനോ താൻ വിലയ്ക്ക് വാങ്ങി വളർത്തിയ ഒരു പെൺകുഞ്ഞാടല്ലാതെ ഒന്നുമില്ലായിരുന്നു. അത് അവൻ്റെ അടുക്കലും അവൻ്റെ മക്കളുടെ അടുക്കലും വളർന്നു വന്നു. അത് അവൻ തിന്നുന്നതിൽ ഓഹരി തിന്നുകയും അവൻ കുടിക്കുന്നതിൽ ഓഹരി കുടിക്കുകയും അവൻ്റെ മടിയിൽ കിടക്കുകയും ചെയ്തു. അത് അവന് ഒരു മകളെ പോലെയായിരുന്നു. ധനവാന്റെ അടുക്കൽ ഒരു വഴിയാത്രികൻ വന്നു. തൻ്റെ അടുക്കൽ വന്ന വഴിയാത്രക്കാരന് വേണ്ടി പാകം ചെയ്യുവാൻ സ്വന്തം ആടുമാടുകളിൽ ഒന്നിനെ എടുക്കുവാൻ തുനിയാതെ അവൻ ആ ദരിദ്രൻ്റെ കുഞ്ഞാടിനെ പിടിച്ചു തൻ്റെ അടുക്കൽ വന്ന ആൾക്ക് വേണ്ടി പാകം ചെയ്തു. അപ്പോൾ ദാവീദിന്റെ കോപം ആ മനുഷ്യന്റെ നേരെ ഏറ്റവും ജ്വലിച്ചു. അവൻ നാഥാനോട്, കർത്താവാണേ, ഇത് ചെയ്തവൻ മരണയോഗ്യൻ. അവൻ ദയയില്ലാതെ ഈ കാര്യം ചെയ്തതുകൊണ്ട് ആ ആടിനു വേണ്ടി 4 ഇരട്ടി പകരം കൊടുക്കണം എന്ന് പറഞ്ഞു. നാഥാൻ അവനോട് പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തു. നിന്നെ ശൗലിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഞാൻ നിനക്ക് നിന്റെ യജമാനൻ്റെ ഗൃഹത്തെയും നിന്റെ മാർവിടത്തിലേക്ക് നിന്റെ യജമാനൻ്റെ ഭാര്യമാരെയും തന്നു. ഇസ്രായേൽ ഗ്രഹത്തെയും യഹൂദാ ഗ്രഹത്തെയും നിനക്ക് തന്നു. പോരായെങ്കിൽ ഇന്നതും കൂടെ ഞാൻ നിനക്ക് തരുമായിരുന്നു. നീ കർത്താവിൻ്റെ കൽപ്പന നിരസിച്ച് അവന് അനിഷ്ടമായതു ചെയ്തത് എന്ത്? ഹൃത്യനായ ഊരിയായെ വാൾ കൊണ്ട് വെട്ടി അവൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായി എടുത്തു. അവനെ മോന്യരുടെ വാൾ കൊണ്ട് കൊല്ലിച്ചു. നീ എന്തേ നിരസിച്ചു? ഹൃത്യനായ ഊരിയായുടെ ഭാര്യയെ നിനക്ക് ഭാര്യയായി എടുത്തതുകൊണ്ട് വാൾ നിന്റെ ഗ്രഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ സ്വന്തം ഗ്രഹത്തിൽ നിന്ന് തന്നെ ഞാൻ നിനക്ക് നിന്റെ ഭാര്യമാരെ എടുത്ത് നിന്റെ കൂട്ടുകാരന് കൊടുക്കും. അവൻ ഈ സൂര്യൻ്റെ വെളിച്ചത്തിൽ തന്നെ നിന്റെ ഭാര്യമാരോടുകൂടെ ശയിക്കും. നീ അത് രഹസ്യത്തിൽ ചെയ്തു. ഞാനോ ഈ കാര്യം ഇസ്രായേൽ എല്ലാം കാണുകെ സൂര്യൻ്റെ വെളിച്ചത്തു തന്നെ ചെയ്യും. ദാവീദ് നാഥാനോട്, ഞാൻ കർത്താവിനോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട്, കർത്താവ് നിന്റെ പാപം മോചിച്ചിരിക്കുന്നു. നീ മരിക്കുകയില്ല എങ്കിലും നിന്റെ ഈ പ്രവൃത്തി കർത്താവിൻ്റെ ശത്രുക്കൾക്ക് ദൂഷണം പറയുവാൻ കാരണമാക്കിയതുകൊണ്ട് നിനക്ക് ജനിച്ചിരിക്കുന്ന കുഞ്ഞ് മരിച്ചു പോകും എന്ന് പറഞ്ഞു നാഥാൻ തൻ്റെ വീട്ടിലേക്ക് പോയി. ഊരിയായുടെ ഭാര്യ ദാവീദിനെ പ്രസവിച്ച കുഞ്ഞിനെ കർത്താവ് ശിക്ഷിച്ചു. അതിന് കഠിന രോഗം പിടിച്ചു. ദാവീദ് കുഞ്ഞിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. ദാവീദ് ഉപവസിക്കുകയും അകത്ത് കടന്ന് രാത്രി മുഴുവനും നിലത്ത് കിടക്കുകയും ചെയ്തു. അവൻ്റെ ഗൃഹവിചാരകൻ അവനെ നിലത്തു നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ ഉത്സാഹിച്ചടുത്ത് നിന്നു. എന്നാൽ അവന് മനസ്സായില്ല. അവനോടുകൂടെ ഭക്ഷണം കഴിച്ചുമില്ല. 7-ാം ദിവസം കുഞ്ഞു മരിച്ചുപോയി. കുഞ്ഞു മരിച്ചു എന്ന് ദാവീദിനെ അറിയിച്ചപ്പോൾ ഭൃത്യന്മാർ ഭയപ്പെട്ടു. കുഞ്ഞു ജീവനോടിരുന്ന സമയം നാം സംസാരിച്ചിട്ട്
അദ്ദേഹം നമ്മുടെ വാക്ക് കേൾക്കാതിരിക്കെ കുഞ്ഞു മരിച്ചുപോയി എന്ന് നാം അദ്ദേഹത്തോട് എങ്ങനെ പറയും? അദ്ദേഹം തനിക്ക് തന്നെ വല്ല ആപത്തും വരുത്തും എന്ന് അവർ പറഞ്ഞു. ഭൃത്യന്മാർ തമ്മിൽ മന്ത്രിക്കുന്നത് കണ്ടപ്പോൾ കുഞ്ഞു മരിച്ചുപോയി എന്ന് ദാവീദ് ഗ്രഹിച്ചു. തൻ്റെ ഭൃത്യന്മാരോട് കുഞ്ഞു മരിച്ചുപോയോ എന്ന് ചോദിച്ചു. മരിച്ചുപോയി എന്ന് അവർ പറഞ്ഞു. ഉടനെ ദാവീദ് നിലത്ത് നിന്ന് എഴുന്നേറ്റു കുളിച്ചു, തൈലം പൂശി, വസ്ത്രം മാറി കർത്താവിൻ്റെ ആലയത്തിൽ ചെന്ന് നമസ്കരിച്ചു. അരമനയിൽ വന്നു. അവൻ്റെ കൽപ്പന പ്രകാരം അവർ ഭക്ഷണം അവൻ്റെ മുമ്പിൽ വെച്ചു. അവൻ ഭക്ഷിച്ചു. അവൻ്റെ ഭൃത്യന്മാർ അവനോട്, അങ്ങ് എന്താണ് ഇങ്ങനെ ചെയ്തത്? കുഞ്ഞ് ജീവനോടിരുന്ന സമയം അങ്ങ് അവന് വേണ്ടി ഉപവസിച്ചു, കരഞ്ഞു. കുഞ്ഞു മരിച്ച ശേഷം അങ്ങ് എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചുവല്ലോ എന്ന് ചോദിച്ചു. അതിന് അവൻ, കുഞ്ഞ് ജീവനോടിരിക്കുന്ന സമയം ഞാൻ ഉപവസിച്ചു, കരഞ്ഞു. കുഞ്ഞ് ജീവിച്ചിരിക്കേണ്ടതിന് ദൈവം എന്നോട് ദയ ചെയ്യുമോ ഇല്ലയോ ആർക്ക് അറിയാം എന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോഴോ അവൻ മരിച്ചുപോയി. ഇനി ഞാൻ ഉപവസിക്കുന്നത് എന്തിന്? അവനെ മടക്കി വരുത്തുവാൻ എനിക്ക് കഴിയുമോ? ഞാൻ അവൻ്റെ അടുക്കലേക്ക് പോകുകയല്ലാതെ അവൻ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് തൻ്റെ ഭാര്യയായ ബത്ശേബയെ ആശ്വസിപ്പിച്ചു. അവളുടെ അടുക്കൽ ചെന്നു അവളോടുകൂടെ ശയിച്ചു. അവൾ ഒരു മകനെ പ്രസവിച്ചു. അവന് ശലോമോൻ എന്ന് പേരിട്ടു. കർത്താവ് അവനെ സ്നേഹിച്ചു. അവൻ നാഥാൻ പ്രവാചകനെ വരുത്തി. അവൻ കർത്താവിൻ്റെ പ്രീതി നിമിത്തം അവന് യാദീദോ എന്ന് പേർ വിളിച്ചു. യോവാബ് അമ്മോന്യരുടെ റബ്ബയോട് യുദ്ധം ചെയ്ത് രാജനഗരം പിടിച്ചു. യോവാബ് ദാവീദിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഞാൻ റബ്ബയോട് പൊരുതു, രാജനഗരം പിടിച്ചിരിക്കുന്നു. ആകയാൽ ഞാൻ നഗരം പിടിച്ചിട്ട് കീർത്തി എനിക്കാകാതിരിക്കേണ്ടതിന് അങ്ങ് ശേഷം ജനത്തെ ഒരുമിച്ച് കൂട്ടി നഗരത്തിന് നേരെ പാളയം ഇറങ്ങി അതിനെ പിടിക്കുക എന്ന് പറയിച്ചു. അങ്ങനെ ദാവീദ് ജനത്തെ എല്ലാം ഒന്നിച്ചു കൂട്ടി റബ്ബയിലേക്ക് ചെന്ന് യുദ്ധം ചെയ്തതിനെ പിടിച്ചു. അവൻ അവരുടെ രാജാവിൻ്റെ കിരീടം അവൻ്റെ തലയിൽ നിന്നും എടുത്ത് അതിൻ്റെ തൂക്കം ഒരു താലന്ത് സ്വർണ്ണം അതിന്മേൽ രത്നം പതിച്ചിരുന്നു. അവൻ അത് ദാവീദിൻ്റെ തലയിൽ വെച്ചു. അവൻ നഗരത്തിൽ നിന്ന് അനവധി കൊള്ളയും കൊണ്ടുപോന്നു. അവിടുത്തെ ജനത്തെയും അവൻ പുറത്തു കൊണ്ടുവന്നു. അവരെ ഈർച്ചവാളിനും മെതിവണ്ടിക്കും കോടാലിക്കും ഇരയാക്കി. അവരെ കൊണ്ട് ഇഷ്ടിക ചൂളയിലും വേല ചെയ്യിച്ചു. അമ്മോന്യരുടെ എല്ലാ പട്ടണങ്ങളോടും അവൻ അങ്ങനെ തന്നെ ചെയ്തു. പിന്നെ ദാവീദും സകല ജനവും യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.